ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ശിവാജി നഗർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയതിന്റെ ഒരു വീഡിയോ. അപ്പൊ അന്ന് തന്നെയാണ് നമ്മൾ ശിവാജി നഗറിൽ പോയത്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ നമ്മുടെ റംസാൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം അല്ലായിരുന്നോ? അപ്പൊ കുറച്ചു സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാന്ന് പറഞ്ഞ അവിടെ പോയത്. പിന്നെ ഇവിടെ കുറെ കൂടുതലും ചിക്കന്റെ വെറൈറ്റീസ് ആണുള്ളത്. നമ്മുടെ തിലക് നഗറിലാണെന്നുണ്ടെങ്കിൽ മൊത്തം ബീഫിന്റെ വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും ചിക്കന്റെ വെറൈറ്റീസ് ആയിരുന്നുള്ളത്. കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കമ്പയർ ടു തിലക് നഗർ, ശിവാജി നഗറിൽ കുറച്ച് പ്രൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ സ്വീറ്റ്സിന്റെ ഐറ്റംസ് എല്ലാം കൂടുതലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തോ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ റംസാന്റെ ടൈമിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇട്ട സ്റ്റോളുകൾക്കുള്ള എല്ലാ ഫുഡിനാണ് വിലക്കുറവുള്ളത്. അല്ലാതെ റെഗുലർ ആയിട്ട് അവിടെ നമ്മൾ കയറുന്ന ഒരു ഹോട്ടലുണ്ട്, പ്രിൻസ് എന്നാണെന്ന് എനിക്ക് ഓർമ്മ. പ്രിൻസ് എന്ന് പറയുന്ന ഹോട്ടലിൽ അവിടുത്തെ ബീഫ് ബിരിയാണിക്കായിരുന്നാലും എല്ലാത്തിനും റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിലും ഇവിടെ ശിവാജി നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കാറുള്ളത്. ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥിരമുള്ള ഷോപ്പുകളിൽ. അല്ലാത്തതിൽ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലാതെ ഈ ചിക്കൻ ഫുള്ള് വറുത്ത് വെച്ചേക്കുന്നതിന് 440 പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ചെറിയതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 50 രൂപ വെച്ചിട്ടുള്ളതാണ്. ചിലത് മൂന്നെണ്ണം ഒക്കെ 100 രൂപ, ആ ഒരു രീതിയിലായിരുന്നു.
കുലുക്കി സർബത്ത് വാങ്ങിച്ചായിരുന്നു. ടേസ്റ്റ് ഓക്കെ ആയിരുന്നു, വലിയ ഇതില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച നമ്മുടെ നാട്ടിലെ കുലുക്കി സർബത്തിന്റെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചു പോയത്. ഇപ്പൊ ഈ ഒഴിച്ച സാധനമില്ല, എന്താണെന്നറിയത്തില്ല, അതിന്റെ ചെറിയൊരു കയ്പോ കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഓക്കെ, ദാഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലാതെ ഒരു ഉന്തുവണ്ടിക്കകത്ത് സോഡ നാരങ്ങ വെള്ളം കിട്ടും, അതായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇത് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സാധനമായിരുന്നു, എന്തുവായിരുന്നു ഞാൻ പേര് മറന്നുപോയി. പക്ഷെ ടേസ്റ്റ് കൊള്ളായിരുന്നു, നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 എണ്ണത്തിന് 100 രൂപയായിരുന്നു തോന്നുന്നു, 150 എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളൊരു കാട ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാട ഫ്രൈക്ക് ഇവിടെ ഇതിന് 100 രൂപയായിരുന്നു. പലയിടത്തും പല റേറ്റാണ്, 100 തൊട്ട് 150 വരെ കണ്ടിട്ടുണ്ടായിരുന്നു റേറ്റ്. കാട ഫ്രൈയും ഓക്കെ ആയിരുന്നു. പിന്നെ ഇതും കൊള്ളായിരുന്നു, ഇതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റും, അതിന്റെ പേരല്ല, എല്ലാത്തിനും പേരെന്തൊക്കെയോ അന്നേരം പറഞ്ഞു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറന്നു എന്തൊക്കെയാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഉന്തുവണ്ടിക്കാരുടെ കയ്യിൽ സോഡ നാരങ്ങ വെള്ളമാണ്. ഇവരുടെ ഈ സോഡ നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ്. രാത്രി ആയപ്പോഴത്തേന് ഇവിടെ ഒരുമാതിരി ഹോമം ചെയ്യുന്ന പോലെ എല്ലായിടവും നല്ല പുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇതിപ്പോ ഇവരിപ്പോ താഴെ നിന്നല്ലേ, ചിലരൊക്കെ നല്ല മണ്ടയ്ക്ക് ഹൈറ്റ് കയറി നിന്നിട്ട് കുക്ക് ചെയ്യുന്നത്. നല്ല ഹോമം ചെയ്യുന്നത് പോലെ ആയിപ്പോയി, ഗണപതി ഹോമം ചെയ്യുന്നത് പോലെ ആയിപ്പോയി. ഇവിടുത്തെ വീഡിയോ ലാസ്റ്റ് കണ്ടപ്പോഴത്തേനും എല്ലായിടത്തും ഒരുമാതിരി പുക മാത്രമേ ഉള്ളായിരുന്നു കാണാനായിട്ട്. ഇതെല്ലാം ബീഫിന്റെ വെറൈറ്റീസ് ആണ്, ബീഫും ഉണ്ട് പിന്നെ ഒട്ടകവും ഉണ്ടായിരുന്നു. ഇത് ബീഫാണ്. നമ്മൾ പിന്നെ ബീഫ് ഒന്നും വലുതായിട്ട് വാങ്ങാതില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇത് ഫുഡൊക്കെ കഴിച്ച് ഒരുവിധം നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പല ഫുഡുകളും വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം കാട ഫ്രൈ ആയിരുന്നു, കാട ഫ്രൈ കാണാൻ നല്ല രസമുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത്, ടേസ്റ്റും കൊള്ളായിരുന്നു. എഗ് പുഡിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്വീറ്റ്സിന്റെ ഐറ്റത്തിൽ വാങ്ങിച്ച് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. 1 ടൈം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലാതെ പറയത്തക്ക വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഇല്ല, ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ പാനിന്റെ ഒരു സത്യം പറഞ്ഞ ഡൈ ഹാർട്ട് ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പല ഫ്ലേവർ ഉണ്ടെങ്കിലും എനിക്ക് ചോക്ലേറ്റ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ നമ്മുടെ മാങ്കോയും പിന്നെ സ്ട്രോബെറിയും വാനില എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിനകത്ത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. പിന്നെ സ്വീറ്റ്സിന്റെ നല്ലതാണ്, ചോക്ലേറ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്.
നേരത്തെ ഞാൻ പ്രിൻസ് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഇതിൽക്ക് ഇങ്ങനെ കാലിട്ട് വേവിച്ച് അതിനകത്ത് നമുക്ക് മജ്ജിയൊക്കെ എടുത്ത് തരാറുണ്ട്. പിന്നെ അങ്ങോട്ട് ബീഫിന്റെ ആയിരുന്നാലും മട്ടന്റെ ആയിരുന്നാലും പല വെറൈറ്റികൾ പല ടേസ്റ്റിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽക്ക് ഈ സാധനങ്ങളെല്ലാം കൊള്ളാം. നമ്മൾ രണ്ടു മൂന്ന് സാധനങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അധികം കാര്യങ്ങളൊന്നും വലുതായിട്ട് വാങ്ങാൻ നിന്നില്ല. ഓൾറെഡി എല്ലാം കൂടെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് മട്ടന്റെ ബ്രേറ്റ് ആണ്, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മട്ടനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ഇതിൽക്ക് ഒരു ബീഫ് ബിരിയാണി കഴിച്ചു. രണ്ടുപേരും കൂടെ ഒരു ബീഫ് ബിരിയാണി മാത്രമേ എടുത്തുള്ളൂ. ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുക, എല്ലാം കൂടെ കഴിച്ച് ഫില്ലായിട്ടിരിക്കുന്നുണ്ട്. ഒരാൾക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒരുവിധം ഉണ്ട്. ഒരു വിശപ്പടക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എണ്ണം കൂടെ നോക്കിയാൽ മതി. ആ 2 പീസും ഉണ്ടായിരുന്നു. ആവശ്യത്തിന് ഇതിൽക്ക് ഇതും ഉണ്ടായിരുന്നു, എന്താ അതിന്റെ പേര്, മസാലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഒരെണ്ണത്തിന് 80 രൂപയായിരുന്നു ഈ ഒരു ബീഫ് ബിരിയാണിക്ക്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.